നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാറ്റം ബാങ്ക് അക്കൗണ്ടിൽ ആദ്യത്തെ വലിയ തുക വന്ന ദിവസമല്ലെങ്കിൽ, അതിന് മാസങ്ങൾ മുമ്പ് നിങ്ങളുടെ മനസ്സിൽ സംഭവിച്ച ഒരു ചെറിയ മാറ്റമായിരുന്നുവെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ജീവിതം നിങ്ങളുടെ ചിന്തകളുടെ വൈകിയെത്തിയ പ്രതിഫലനമാണോ? ഒരിക്കൽ നിങ്ങൾക്ക് ഈ ചോദ്യം ഗൗരവമായി ചിന്തിക്കേണ്ടി വന്നാൽ, നിങ്ങൾ ആദ്യം മാറ്റാൻ ശ്രമിക്കുക ലോകത്തെയാണോ അതോ നിങ്ങളുടെ മനസ്സിനെയാണോ? വർഷങ്ങളോളം ഞാൻ വിശ്വസിച്ചിരുന്നത് ഒരു കാര്യം മാത്രമായിരുന്നു: കൂടുതൽ പണം കിട്ടിയാൽ ഞാൻ ശാന്തനാകും, കൂടുതൽ വരുമാനം കിട്ടിയാൽ ആത്മവിശ്വാസം വരും, കൂടുതൽ സമ്പത്ത് വന്നാൽ ജീവിതം സന്തോഷകരമാകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പുറത്തുള്ള മാറ്റത്തിനായി കാത്തിരുന്നു. എന്നാൽ കാത്തിരിപ്പ് മാത്രം നീണ്ടുപോയി. പണം വന്ന ദിവസങ്ങളിലും മനസ്സിലെ അസ്വസ്ഥത മാറിയില്ല. പുതിയ വരുമാനത്തോടൊപ്പം പുതിയ ഭയങ്ങളും വന്നു, പുതിയ ഉത്തരവാദിത്തങ്ങളും വന്നു. അപ്പോൾ ഞാൻ ആദ്യമായി മനസ്സിലാക്കി, പ്രശ്നം പണത്തിൻ്റെ അളവിൽ മാത്രമല്ല, അത് സ്വീകരിക്കുന്ന മനസ്സിൻ്റെ നിലയിലുമുണ്ടെന്ന്. ഒരു ദിവസം രാവിലെ ഞാൻ കണ്ണാടിയുടെ മുന്നിൽ നിന്നു. ഞാൻ എൻ്റെ മുഖം നോക്കിയില്ല, എൻ്റെ ചിന്തകളെ നോക്കാൻ ശ്രമിച്ചു. പണത്തെക്കുറിച്ച് ആദ്യം മനസ്സിലുയരുന്ന വാക്ക് എന്താണ് എന്ന് ഞാൻ ശ്രദ്ധിച്ചു. അത്ഭുതകരമായി ആ വാക്ക് അവസരമായിരുന്നില്ല, ഭയമായിരുന്നു. സമൃദ്ധിയായിരുന്നില്ല, കുറവായിരുന്നു. വിശ്വാസമായിരുന്നില്ല, സംശയമായിരുന്നു. ആ നിമിഷം ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞു. ഞാൻ പണം സമ്പാദിക്കാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷേ എൻ്റെ മനസ്സ് ഇപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്. നമ്മൾ ബാല്യത്തിൽ കേട്ട പല വാക്കുകളും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനസ്സിൻ്റെ ആഴത്തിൽ ജീവിച്ചിരിക്കും. പണം പിടിക്കാൻ ബുദ്ധിമുട്ടാണ്, വലിയ ആളുകൾക്ക് മാത്രമേ സമ്പന്നരാകാൻ കഴിയൂ, നമ്മളെപ്പോലുള്ളവർക്ക് ഇത്രയൊക്കെയാണ് വിധി. ഈ വാക്കുകൾ വെറും ശബ്ദങ്ങളല്ല, അവ പതുക്കെ വിശ്വാസങ്ങളായി മാറും. വിശ്വാസങ്ങൾ പിന്നീട് തീരുമാനങ്ങളാകും, തീരുമാനങ്ങൾ ജീവിതത്തെ രൂപപ്പെടുത്തും. മനഃശാസ്ത്രത്തിൽ ഒരാൾ തൻ്റെ ഉള്ളിലെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നു. നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ വിജയത്തിന് അർഹനല്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ, പുറത്തുള്ള അവസരങ്ങൾ വന്നാലും നിങ്ങൾ അവയെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കുള്ളിൽ സമൃദ്ധി അപകടകരമാണ് എന്ന വിശ്വാസമുണ്ടെങ്കിൽ, നല്ല അവസരങ്ങൾ പോലും നിങ്ങളെ അസ്വസ്ഥനാക്കും. ഞാനതെൻ്റെ ജീവിതത്തിൽ കണ്ടു. ചില അവസരങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയതിൻ്റെ കാരണം കഴിവില്ലായ്മയല്ലായിരുന്നു, ഞാനതിന് തയ്യാറല്ല എന്ന അദൃശ്യമായ വിശ്വാസമായിരുന്നു. ആ ദിവസം മുതൽ ഞാൻ എൻ്റെ മനസ്സിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓരോ നെഗറ്റീവ് ചിന്തയും ഞാൻ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഞാൻ പാവപ്പെട്ടവനാണ് എന്ന ചിന്ത വന്നാൽ, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ തിരുത്തി. എനിക്കൊരിക്കലും കഴിയില്ല എന്ന ചിന്ത വന്നാൽ, എനിക്കിപ്പോഴും പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഈ മാറ്റം ചെറിയതായിരുന്നു, പക്ഷെ അതിൻ്റെ സ്വാധീനം വലുതായിരുന്നു. ഞാൻ എന്നെ തന്നെ കബളിപ്പിച്ചില്ല. ഇല്ലാത്ത സമ്പത്തുണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷെ വളരാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് അംഗീകരിച്ചു. ആകർഷണ നിയമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ഒരു വലിയ തെറ്റിദ്ധാരണയിൽ വീഴാറുണ്ട്. നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ ജീവിതം മാറുമെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് ചിന്തയും വികാരവും പ്രവർത്തനവും ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോഴാണ്. ഞാൻ ഓരോ രാവിലെയും കുറച്ച് മിനിറ്റുകൾ ശാന്തമായിരിക്കാൻ തുടങ്ങി. എൻ്റെ ഭാവിയിലെ ജീവിതം മനസ്സിൽ കണ്ടു. സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രമല്ല, ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യനെയും കണ്ടു. പണം വിവേകത്തോടെ ഉപയോഗിക്കുന്ന എന്നെ തന്നെ കണ്ടു. ഭയപ്പെടാതെ തീരുമാനങ്ങൾ എടുക്കുന്ന എന്നെ തന്നെ കണ്ടു. ആ ദൃശ്യവൽക്കരണം കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ പ്രവൃത്തി മാത്രം ചെയ്യും. ഒരു പുസ്തകത്തിൻ്റെ കുറച്ച് പേജുകൾ വായിക്കും, ചെലവുകൾ പരിശോധിക്കും, പുതിയൊരു കഴിവ് അഭ്യസിക്കും, ഒരാളുമായി പുതിയ ആശയം പങ്കുവയ്ക്കും. വലിയ മാറ്റങ്ങൾ അന്വേഷിച്ചില്ല, ചെറിയ സ്ഥിരമായ മാറ്റങ്ങൾ മാത്രം സ്വീകരിച്ചു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വരുമാനം അത്ഭുതകരമായി ഇരട്ടിയായില്ല, പക്ഷെ ഞാൻ മാറി. ഞാൻ കൂടുതൽ ശാന്തനായി, കൂടുതൽ വ്യക്തതയുള്ളവനായി, കൂടുതൽ ക്ഷമയുള്ളവനായി. പിന്നീടാണ് സാമ്പത്തിക അവസരങ്ങൾ പതുക്കെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങിയത്. അപ്പോൾ ഞാനൊരു വലിയ സത്യം മനസ്സിലാക്കി: പണം ആദ്യം വന്നതല്ല, ആദ്യം വന്നത് അതിനെ സ്വീകരിക്കാൻ തയ്യാറായ മനസ്സായിരുന്നു. ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് മണ്ണൊരുക്കും, കാരണം തയ്യാറാകാത്ത മണ്ണിൽ നല്ല വിത്ത് പോലും വളരില്ല. മനസ്സും അതുപോലെയാണ്. സമൃദ്ധിയുടെ വിത്ത് വളരാൻ ആദ്യം വിശ്വാസത്തിൻ്റെ മണ്ണ് തയ്യാറാകണം. ഞാൻ ഒരിക്കലൊരു വയോധികനായ സംരംഭകനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ആളുകൾ ബിസിനസ് വളർത്താൻ പഠിക്കുന്നു, പക്ഷെ സ്വന്തം മനസ്സ് വളർത്താൻ മറക്കുന്നു. മനസ്സ് വളരാതെ ബിസിനസ് വളർന്നാൽ മനുഷ്യൻ സമ്മർദ്ദത്തിൻ്റെ അടിമയാകും. ആ വാക്കുകൾ എൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു. കാരണം ഞാൻ മുമ്പ് പുറത്തുള്ള വിജയത്തെ മാത്രം പിന്തുടരുകയായിരുന്നു. ഇപ്പോൾ ഉള്ളിലെ വളർച്ചയ്ക്കും സമയം നൽകാൻ തുടങ്ങി. മനുഷ്യൻ്റെ തലച്ചോറിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അത് പുതിയ സ്വഭാവമായി സ്വീകരിക്കും. അതുകൊണ്ടാണ് ചെറിയ നല്ല ശീലങ്ങൾ കാലക്രമേണ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. ഓരോ ദിവസവും പ്രതീക്ഷയോടെ എഴുന്നേൽക്കുന്നത്, വ്യക്തമായ ലക്ഷ്യങ്ങൾ എഴുതുന്നത്, നന്ദി പറയുന്നത്, ബോധപൂർവം പണം ചെലവഴിക്കുന്നത്. ഈ ചെറിയ ശീലങ്ങൾ ചേർന്നാണ് പുതിയ സാമ്പത്തിക വ്യക്തിത്വം രൂപപ്പെടുന്നത്. ഞാൻ പിന്നീട് ശ്രദ്ധിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുമ്പ് ഞാൻ പണം കിട്ടുമ്പോൾ മാത്രം സന്തോഷിച്ചിരുന്നു. ഇപ്പോൾ പഠിക്കാൻ കഴിയുമ്പോഴും സന്തോഷം തോന്നി. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞപ്പോഴും സന്തോഷം തോന്നി.
ചെറിയ പുരോഗതികൾ പോലും ആഘോഷിക്കാൻ തുടങ്ങി. അതോടെ യാത്ര തന്നെ കൂടുതൽ മനോഹരമായി. നമ്മുടെ സമൂഹം പലപ്പോഴും ഫലത്തെ മാത്രമാണ് കാണുന്നത്. പക്ഷെ ആരും കാണാത്തൊരു ലോകമുണ്ട്. അവിടെ ഒരു മനുഷ്യൻ തൻ്റെ ഭയങ്ങളോട് പോരാടുന്നു, പഴയ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നു, ഓരോ ദിവസവും പുതിയ ചിന്തകൾ പരിശീലിക്കുന്നു. യഥാർത്ഥ സാമ്പത്തിക വിപ്ലവം അവിടെയാണ് ആരംഭിക്കുന്നത്. ഒരു നദി കടലിലെത്തുന്നതിന് മുമ്പ് അനവധി വളവുകൾ കടന്നുപോകും. ചിലപ്പോൾ പാറകളിലിടിക്കും, ചിലപ്പോൾ വഴിതിരിയും. പക്ഷെ അതിൻ്റെ ദിശ നഷ്ടപ്പെടില്ല. ജീവിതവും അങ്ങനെ തന്നെയാണ്. മനസ്സ് മാറിയാൽ യാത്രയിലെ തടസ്സങ്ങൾ അവസാനിക്കില്ല, എന്നാൽ അവയെ കാണുന്ന കാഴ്ചപ്പാട് മാറും. അവസാനം ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം ഇതായിരുന്നു: എൻ്റെ ജീവിതത്തിൽ പണം വന്നത് എൻ്റെ മനസ്സ് മാറിയതിൻ്റെ പ്രതിഫലനമായിരുന്നു. ആദ്യം ഞാൻ എൻ്റെ ഭയങ്ങളെ തിരിച്ചറിഞ്ഞു, പിന്നെ പഴയ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തു, തുടർന്ന് പുതിയ ശീലങ്ങൾ വളർത്തി. അതിനുശേഷമാണ് പുതിയ അവസരങ്ങൾ വന്നത്. പുറത്തുള്ള ലോകം എന്നെ അപ്രതീക്ഷിതമായി അനുഗ്രഹിച്ചതല്ല, ഞാൻ തന്നെ എന്നെ പുതിയ രീതിയിൽ ഒരുക്കിയിരുന്നു. അതുകൊണ്ടാണ് ആ അവസരങ്ങളെ തിരിച്ചറിയാനും സ്വീകരിക്കാനും എനിക്ക് കഴിഞ്ഞത്. ഒരു ദിവസം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ അവസരം കിട്ടും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും ഇതേ സത്യം മനസ്സിലാകും: നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് ബാങ്കിൽ നിക്ഷേപിക്കപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ അത് നിങ്ങളുടെ മനസ്സിൽ നിശബ്ദമായി നിക്ഷേപിക്കപ്പെട്ടിരുന്നു. ആ നിക്ഷേപം വിശ്വാസത്തിൻ്റെ രൂപത്തിലായിരുന്നു, ഉത്തരവാദിത്തത്തിൻ്റെ രൂപത്തിലായിരുന്നു, വ്യക്തതയുടെ രൂപത്തിലായിരുന്നു. ആ അദൃശ്യമായ സമ്പത്താണ് പിന്നീട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന എല്ലാ സമ്പത്തിൻ്റെയും യഥാർത്ഥ അടിത്തറയായി മാറിയത്.